നമുക്ക് ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് എഗ്ഗ് വെച്ചിട്ട് ബട്ടർ എഗ്ഗ് കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിനെന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് വലിയ 2 സവാള സ്ലൈസാക്കി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നാക്കി ചെറുതാക്കി ഇടണമെന്നില്ല. ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, ഒരു 5-8 അണ്ടിപ്പരിപ്പ്, 2 ചെറിയ തക്കാളി, ഇതൊക്കെ ഇട്ടിട്ട് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കുക. ലേശം മല്ലിച്ചപ്പ് ഇട്ടിട്ട് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു ഏകദേശം 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, ലേശം ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ലേശം വെള്ളം പാർന്നിട്ട് അതൊന്ന് നന്നാക്കി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശമൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡാക്കിയിട്ട് നമ്മൾ അരച്ചെടുത്ത ആ അരപ്പൊന്ന് അതിലേക്കൊന്ന് ആഡാക്കി കൊടുക്കാം കേട്ടോ. ലേശം ഒന്ന് വെള്ളം കൂട്ടിയിട്ടൊന്ന് ചുവട്ടിയിട്ടൊന്നും കൂടി ഒന്ന് ആഡാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൽ കാണുന്ന പോലെ നല്ല കുറുകിയതായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ ഒന്ന് അത് ഇങ്ങനെ മുകളിലേക്ക് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള എഗ്ഗ് അതിലേക്ക് ആഡാക്കി കൊടുക്കുക. ഒരു എഗ്ഗ് നമ്മൾ ചെറുതാക്കി ഒന്ന് സ്ലൈസാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എഗ്ഗിൻ്റെ ടേസ്റ്റും കൂടി അതിലേക്കൊന്ന് ഇറങ്ങും കേട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രസമാണ്. ലേശം ഫ്രഷ് ക്രീം, മല്ലിച്ചപ്പ്, ലേശം കസൂരിമേത്തി ഇട്ടിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കുക. ഉപ്പ് പാകത്തിനുണ്ടോ നോക്കിയിട്ട് ഇളക്കിയിട്ട് തീ ഓഫാക്കി കൊടുക്കുക കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ശരി.